കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. പാർട്ടികളുടെ അടിത്തട്ടിലെ പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണിത്. തദ്ദേശ സ്വയംഭരണ രംഗത്ത് കേരളം ലോകത്തിന് തീർത്ത മാതൃകയുടെ വിജയം ഈ തദ്ദേശ പോരാട്ടങ്ങളാണ്. ഇക്കുറിയും സംസ്ഥാനത്ത് മുന്നണികൾ തമ്മിൽ പോരാട്ടം കടുക്കുക തന്നെ ചെയ്യും. മുൻകാലങ്ങളിൽ UDF LDF എന്നതായിരുന്നു സംസ്ഥാനത്തെ സമവാക്യമെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഭരണത്തിൻ്റെ ബലത്തിൽ BJPയും ശക്തമായി തന്നെ രംഗത്തുണ്ട്. വ്യവസായി സാബു ജേക്കബ് നേതൃത്വം കൊടുക്കുന്ന 2020യും മുന്നണികൾക്ക് വെല്ലുവിളിയായി രംഗത്തുണ്ട്. ഇക്കുറി കിഴക്കമ്പലത്തെ പരീക്ഷണം മറ്റിടങ്ങളിലേക്ക് പയറ്റാനാണ് സാബുവും കൂട്ടരും ഒരുങ്ങുന്നത്. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ഓരോ മുന്നണികൾക്കും നിർണായകമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ സെമി ഫൈനൽ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഭരണത്തിൽ മൂന്നാം ഊഴം ഉറപ്പിക്കും എന്നുള്ള പ്രചാരണം ശക്തമാക്കാൻ LDFന് തദ്ദേശത്തിൽ മിന്നുന്ന വിജയം അനിവാര്യം തന്നെയാണ്. അതേസമയം തന്നെ UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം ഉയർത്താനും വിജയം അനിവാര്യമാണ്. UDFന് സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ വിജയം അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ കരുതുന്നത്. അതേസമയം BJPക്ക് ഇക്കുറി കരുത്ത് കാട്ടേണ്ടതും അത്യാവശ്യമാണ്. BJPയിലെ പുതിയ നേതൃത്വം ഒരുങ്ങിയിറങ്ങുന്നത് കേരളം പിടിക്കാൻ BJPക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസം ഉയർത്താൻ വേണ്ടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ BJPക്ക് ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുക അടക്കമുള്ള ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പിലെ പരീക്ഷണങ്ങൾ വിജയം കണ്ടാൽ അത് നിയമസഭയിലും അവർക്ക് ആത്മവിശ്വാസം ഉയർത്തുന്നത് തന്നെയായിരിക്കും. അടുത്ത മാസം 9, 11 തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് തീയതി. പ്രഖ്യാപനം വന്നതോടെ നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിട്ടുണ്ട്. ജനസേവനത്തിന് ഇറങ്ങിയവരാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ. ജനങ്ങളുടെ അനുഗ്രഹവും പിന്തുണയും തേടുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അഴിമതിരഹിത ഭരണം BJP കൊണ്ടുവരിക തന്നെ ചെയ്യും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ ചെയ്യും. ഇതുവരെ പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ BJP പരിഹരിച്ചിരിക്കും. അതിന് കഴിവുള്ള പാർട്ടിയാണ് NDA. രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാൻ ലഭിച്ച അവസരമാണ് ഇത് എന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും ഒരുങ്ങിയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പറയുകയാണ്. മഹാഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതിനായി മിഷൻ 2025 എന്ന പ്രവർത്തന പരിപാടിക്ക് നേരത്തെ രൂപം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തി. ബൂത്ത് കമ്മിറ്റി രൂപീകരണങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്നും സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരിച്ച് ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകൾക്കും അനുവദിക്കേണ്ട വികസന ഫണ്ട് അനുവദിച്ചില്ല. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വികസന രേഖകൾ വെച്ചിട്ടുണ്ട്. വിജയപ്രതീക്ഷ മാത്രമാണ് ഉള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ നേരത്തെ പ്രഖ്യാപിച്ചു. നല്ല സ്ഥാനാർത്ഥികളെയാണ് കണ്ടെത്തിയത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളിലെ വാർഡ് കമ്മിറ്റികളാണ് കണ്ടെത്തിയത്. ഐക്യത്തോടെയും കെട്ടുറപ്പോടെയും പ്രവർത്തിക്കുമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു.